ഹായ് കൂട്ടുകാരെ, ഞാനിപ്പോൾ മണ്ണാർശാല നാഗരാജ ക്ഷേത്രത്തിന് മുൻപിലാണ് നിൽക്കുന്നത്. നമുക്ക് ഇനി ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് നിന്നും വെറും 4 കിലോമീറ്റർ മാത്രം അകലെയാണ് പ്രശസ്തമായ മണ്ണാർശാല നാഗരാജ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 9 ഏക്കറോളം വിസ്തൃതിയുള്ള ഈ ക്ഷേത്രം കാവുകളുടെ നടുവിലാണ് സ്ഥിതി ചെയ്യുന്നത്. നാഗദേവതകളുടെ വിശ്വാസികൾക്ക് ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് മണ്ണാർശാല അമ്പലം. മഹാദേവന്റെ കരുത്തിൽ വാഴുന്ന വാസുകി, നാഗമാതാവായ സർപ്പയക്ഷി എന്നിവയാണ് മണ്ണാർശാല ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠകൾ. ക്ഷേത്രത്തിലെ പ്രധാന പൂജകൾ ചെയ്യുന്നത് ഇവിടുത്തെ മണ്ണാർശാല ഇല്ലത്തെ തലമുതിർന്ന അന്തർജനമാണ്. വലിയമ്മ എന്ന പേരിലാണ് ഈ ഒരു അന്തർജനം ഇവിടെയൊക്കെ അറിയപ്പെടുന്നത്. വലിയമ്മയെ നാഗരാജാവിന്റെ അമ്മയായിട്ടാണ് ഇവിടെയൊക്കെ സങ്കല്പിക്കുന്നത്. ഇവിടുത്തെ മുതിർന്ന അന്തർജനത്തിനെ നാഗരാജാവിന്റെ അമ്മയായി കണക്കാക്കുന്നതിൽ ഒരു കാരണം കൂടിയുണ്ട്. ഇവിടുത്തെ പണ്ട് കാലത്ത് ഇവിടുത്തെ ഇല്ലത്തിലെ മുതിർന്ന അന്തർജനത്തിന് മക്കളില്ലാത്തത് കൊണ്ട് തന്നെ നാഗരാജാവിനെ പ്രാർത്ഥിച്ചപ്പോൾ നാഗരാജാവായ അനന്തൻ തന്നെ ഈ അമ്മയുടെ വയറ്റിൽ കുഞ്ഞായി ജനിച്ചു എന്നാണ് പറയപ്പെടുന്നത്. മണ്ണാർശാല ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾ നാഗദൈവങ്ങളെ തൊഴുതതിനു ശേഷം ഇവിടുത്തെ നിലവറയിലെത്തി നിലവറയിലുള്ള അനന്തനെയും ഇവിടുത്തെ മുതിർന്ന അംഗമായ വലിയമ്മയെയും തൊഴുതതിനു ശേഷമാണ് മടങ്ങിപ്പോകുന്നത്. മണ്ണാർശാല ക്ഷേത്രത്തിലേക്ക് പോകുന്ന നടവഴിയിലും മരങ്ങളുടെ ചുവട്ടിലുമായി 30,000-ഓളം നാഗദൈവങ്ങളുടെ പ്രതിമകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. കേരളത്തിൽ മണ്ണാർശാല ക്ഷേത്രം മാത്രമാണ് ഇത്രയും അധികം നാഗദൈവങ്ങളുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമെന്ന് അറിയപ്പെടുന്നത്. മഞ്ഞൾ കുഴമ്പാണ് നമുക്ക് ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന പ്രസാദം. ഈ ഒരു മഞ്ഞൾ കുഴമ്പ് രോഗസംഹാരിയെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇവിടുത്തെ പ്രധാന വഴിപാടെന്ന് പറയുന്നത് ഉരുളി കമഴ്ത്തലാണ്. കുട്ടികളില്ലാത്ത ദമ്പതികൾ ഇവിടെ വന്ന് ഉരുളി കമഴ്ത്തൽ നേർച്ച ചെയ്താൽ അവർക്ക് കുട്ടികൾ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു ഉരുളി കമഴ്ത്തൽ നേർച്ച ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത്, ഇവിടെ കുട്ടികളില്ലാത്ത ദമ്പതികൾ വന്ന് താളമേളങ്ങളോടെ ക്ഷേത്രത്തിനു ചുറ്റും 3 തവണ പ്രദക്ഷിണം വയ്ക്കും. അതിനുശേഷം നാഗരാജാവിന്റെ നടയ്ക്ക് മുൻപിൽ ഇവർ കൊണ്ടുവന്ന ഉരുളി വെക്കുകയും അതിനുശേഷം മേൽശാന്തി പറഞ്ഞു കൊടുക്കുന്ന പ്രാർത്ഥന ഇവർ ഏറ്റുചൊല്ലി അമ്മയുടെ അനുഗ്രഹം വാങ്ങി ഭസ്മവും വാങ്ങി തിരികെ എത്തും. അതിനുശേഷം അമ്മ നിലവറയിൽ അനന്തന് മുൻപിൽ ഉരുളി കമഴ്ത്തി വെക്കുമെന്നാണ് പറയപ്പെടുന്നത്. കുട്ടികൾ ഉണ്ടായതിനു ശേഷം ഈ ദമ്പതികൾ വീണ്ടും ക്ഷേത്രത്തിൽ കുട്ടികളെയും കൊണ്ട് ദർശനത്തിന് വരുമ്പോൾ മാത്രമാണ് ഉരുളി നിവർത്തി അതിൽ പായസം വെച്ച് നേർച്ച പൂർത്തിയാക്കുന്നത്. ആധുനിക വൈദ്യശാസ്ത്രം ഇത്രയും പുരോഗമിച്ചിട്ടും ഇവിടെ വന്ന് ഈ നേർച്ചയൊക്കെ ചെയ്ത് കുട്ടികൾ ഉണ്ടാകുന്ന ഒരുപാട് പേരെ നമുക്കിവിടെ കാണാൻ കഴിയും. അതാണ് മണ്ണാർശാല ക്ഷേത്രത്തിന്റെ പ്രത്യേകത. ഞങ്ങള് തൊഴുതതിനു ശേഷം തിരിച്ച് വെളിയിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ ക്ഷേത്രത്തിന് അകത്ത് കുറച്ച് സ്ഥലങ്ങളിൽ നമുക്ക് ക്യാമറ യൂസ് ചെയ്യാൻ പാടില്ല. ആ സ്ഥലങ്ങൾ ഒഴികെ മറ്റെല്ലാ സ്ഥലങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.